കൊന്നിച്ചുവ മീനസൻ വെൽക്കം ബാക്ക് ടു അദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിങ്ങിൻ്റെ സൈഡ് സ്റ്റോറീസിൻ്റെ എപ്പിസോഡ് 3 ആണ്. ഗൈസ് പ്ലീസ്, ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്യുക. നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. കാര്യം ഇപ്പോഴും വീഡിയോ കാണുന്ന കുറേയധികം കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തും പറയാൻ മറക്കണ്ട. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു എനർജിയൊക്കെ കിട്ടത്തുള്ളൂ. ഞാൻ എന്തായാലും ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് വന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പോകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ആ പഴയ വൈബിലേക്ക് തിരിച്ചു വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി എല്ലാ ദിവസവും വൈകുന്നേരം കൃത്യം 5 മണിക്ക് നമ്മൾ സോളോ ലെവലിങ്ങിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ടൈറ്റൻസ് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അവരും അവരുടെ ആർമി, അവരുടെ ലീഡർ എല്ലാം കൂടെ ജിനുവിൻ്റെ എതിരെ വന്നിങ്ങനെ നിൽക്കുവാണ്. അതിൻ്റെ അകത്ത് ആ ലീഡർ ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ ഞങ്ങളെ എതിർക്കാൻ നീ ഒറ്റയ്ക്കാണോ വന്നത്? അപ്പോൾ ജിൻവു പറയും ചെയ്യും, അത് കൊള്ളാം, നിനക്ക് എന്നെ കണ്ടിട്ട് ഒറ്റയ്ക്കാണെന്ന് തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഷാഡോസിനെ അവിടേക്ക് സമൺ ചെയ്യുന്നുണ്ട്. അത്ര നേരം പ്രകാശം കൊണ്ട് നിറഞ്ഞ ആ ഒരു സ്ഥലം പെട്ടെന്നായിരുന്നു അന്ധകാരത്തിൽ മുഴുകിയത്. അടുത്ത സെക്കൻഡിൽ തന്നെ ജിനുവിൻ്റെ ലക്ഷക്കണക്കിന് സോൾജേഴ്സാണ് മുകളിലേക്ക് ഉയർന്നത്. സോ ജിനുവിൻ്റെ ആർമിനെ കാണുന്ന ആ ഒരു ലീഡർ, ടൈറ്റൻസിൻ്റെ ലീഡറിൻ്റെ വാ തന്നെ അടഞ്ഞു. അപ്പോൾ ജിനു പറയുന്നുണ്ട്, അപ്പോൾ അങ്ങനെ നമുക്ക് തുടങ്ങാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ യുദ്ധം അങ്ങനെ തുടങ്ങുവാണ്. ഈ ഒരു സമയത്ത് അമേരിക്കൻ വൈറ്റ് ഹൗസ് ആണ് കാണിക്കുന്നത്. അവിടെ അതിനകത്ത് പ്രസിഡന്റ് ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ലിറ്ററലി ക്രാക്സ് ആണ് ആകാശത്ത് അപ്പിയർ ആയിട്ടുള്ളത്. അതിൻ്റെ അകത്തുനിന്ന് കുറേയധികം സാധനങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അതെന്തുവാണ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയുള്ള ഇവൻ്റാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരു മനുഷ്യരെ അറിയുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യണം. അല്ല, ഞങ്ങൾക്കത് ആദ്യം തന്നെ കൈകാര്യം ചെയ്യാനുള്ള ത്രാണിയുണ്ടോ? ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? ഹാരിസൺ, നീ പറയുന്നതൊക്കെ സത്യമാണ്. അതെ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത എല്ലാം തന്നെ സത്യമാണ്. ആ സിറ്റുവേഷൻ ഓൾറെഡി ഓവറായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഡീറ്റെയിൽസും ഞാൻ മീറ്റിംഗ് റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ സംസാരിക്കാം. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ഈ വീഡിയോ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഡ്രോൺസ് എടുത്തതാണ്. അല്ല, അതാരാണ് ആ പയ്യൻ? അതൊരു ടീനേജർ അല്ലേ? ഒരു ഏഷ്യനാണോ? ആരാണ് മനുഷ്യൻ? ഹാരിസൺ, നീ എന്താണ് ഈ പറയുന്നത്? അതാരാണെന്ന് എന്തെങ്കിലും ഐഡിയ നിനക്കുണ്ടോ? സത്യം പറഞ്ഞാൽ അതാരാണെന്ന് അറിയാൻ ഞാനും ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടസ്കാണ്. പുള്ളിക്കാരൻ്റെ പവർ യൂസ് ചെയ്ത് ആ ഒരു ടൈറ്റൻസിന് നേരെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. അവരുടെ ഒരു ആർമിയുടെ ഒരു പോർഷൻ തന്നെ പുള്ളിക്കാരൻ അങ്ങോട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. ജിൻവുവിൻ്റെ ജയൻസ് ആ ടൈറ്റൻസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ജയൻസുമായിട്ട് ഫൈറ്റ് തുടങ്ങും. ഈവൻ ജിൻവു പോലും അവനെ കണ്ണിൽ കണ്ടിരുന്ന എല്ലാവരും വലിച്ച് കീറാനും തുടങ്ങും. പുള്ളിക്കാരൻ പോകുന്ന വഴിയെല്ലാം ഡിസ്ട്രക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയൊരു ടൈറ്റിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം ജിൻവു കുറച്ചധികം ഡാഗേഴ്സ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഡാഗേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗൺ കിങ്ങിനെ അറ്റാക്ക് ചെയ്തില്ലേ, ഏകദേശം അതുപോലെയുള്ള ഡാഗേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ആർമിനെ പുള്ളിക്കാരൻ പെട്ടെന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. എന്നിട്ട് ആ ഒരു അറ്റാക്ക് കൊണ്ട് അവരുടെ ലീഡറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ അത് സക്സസ്ഫുള്ളി ബ്ലോക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇതുപോലത്തെ ട്രിക്സ് ഒന്നും എൻ്റെ മേത്ത് വർക്ക് ചെയ്യില്ലെന്ന് പറയാൻ നേരത്ത് ജിനുവ് നേരെ മുകളിലേക്ക് ചാടി പുള്ളിക്കാരൻ്റെ കൈ ഒരു വലിയൊരു ഷാഡോ പോലത്തെ സാധനമാക്കി മാറ്റിയിട്ട് അവനെ നേരെ അടിച്ച് താഴത്തേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ജിനുവ് അവനെ അടിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു ആ ഒരു ശബ്ദം അവൻ കേൾക്കുന്നത്. സോ ഈ യൂണിവേഴ്സിൻ്റെ ഏതോ മൂലക്ക് കിടക്കുന്ന ഈ ഒരു ചെറിയൊരു പ്ലാനറ്റ് ഇത്രയും പവർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടല്ലേ? പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പവർ യൂസ് ചെയ്യുന്നത് മാൻ യൂസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തുമാത്രം അൺഡെവലപ്ഡ് ആണെന്ന് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. പക്ഷേ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഞങ്ങൾ ടൈറ്റൻസ് ഞങ്ങളുടെ ശരീരത്തിൻ്റെ സ്ട്രെങ്ത് ഏറ്റവും വർദ്ധിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ സൈസ് ഏറ്റവും ചെറുതായിട്ട് കുറയ്ക്കുകയും ചെയ്യും. ഓഫ് കോഴ്സ് അത് എന്നെപ്പോലുള്ള ഏറ്റവും സ്കിൽഡ് ആയുള്ള വാരിയേഴ്സിന് മാത്രമേ യൂസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നീ എൻ്റെ ഫ്രണ്ടിൽ കിടന്ന് കെഞ്ചി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ വെറുതെ വിടാന്ന് പറയാൻ നേരത്താണ് ഒരു അറ്റാക്ക് അവൻ്റെ നേരെ വരുന്നത്. അത് നമ്മുടെ ബെലിയൻ്റെ ആയിരുന്നു. പുള്ളിക്കാരൻ അവൻ്റെ തല അങ്ങോട്ട് മുറിച്ച് കളയുകയും ചെയ്യും. എന്നിട്ട് ജിനുവിനോട് ചോദിക്കുന്നുണ്ട്, മൈലേക്ക്, താങ്കൾ അവനോട്ട് സംസാരിക്കുമായിരുന്നു? അതൊന്നും കുഴപ്പമൊന്നുമില്ല, അവനല്ലെങ്കിലും കുറച്ച് അരവൻ്റ് ആയിരുന്നു. നീ എന്തായാലും അവരുടെ കാര്യം എന്തായാലും ഇപ്പം തന്നെ ഒന്ന് കൈകാര്യം ചെയ്തേക്ക്, അത് ഞാൻ നോക്കിയോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബിലിയൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വലിച്ചിട്ട് കീറാൻ തുടങ്ങും. പിന്നെ കാണിക്കുന്നത് ആ ഒരു മീറ്റിംഗ് റൂമാണ്. സോ ആരാണ് ആ മനുഷ്യനെന്ന് ഇതുവരെ നിങ്ങൾക്ക് ഫിഗർ ചെയ്യാൻ പറ്റിയില്ലല്ലേ? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു സിനിമ കാണുന്ന പോലെയാണ് അത്രയും വലിയ മോൺസ്റ്റേഴ്സിനെ അവൻ ഒറ്റക്ക് നേരിട്ടത്. സോ നമ്മുടെ ഈ ഒരു ഇൻ്റലിജൻസ് ഏജൻസിയിൽ ഒരാൾക്ക് പോലും അവനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? അല്ല, ഞാൻ പറയുന്നത് അത് ഇമ്പോസിബിൾ ആണെന്നാണ്, റിയലിസ്റ്റിക്കലി ഇമ്പോസിബിൾ ആണെന്നാണ്. പക്ഷേ റിയലിസ്റ്റിക്കലി മാത്രമാണ് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളത്. ഇത് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഡേവിഡ് ആയിരുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ ആ ഒരു ഇൻ്റലിജൻസ് ഏജൻസിയിലെ ഡയറക്ടറാണ്. പിന്നെ താങ്കൾ എങ്ങനെയാണ് ഈ പറയുന്നത്? അൺറിയലിസ്റ്റിക്കലി നമുക്ക് ഒരു മെത്തേഡുണ്ട്. നീ പറഞ്ഞു വരുന്നത് അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
മാഡം നോർമ സെൽന. പിന്നെ കളിക്കുന്നത് ഒരു ട്രാക്കാണ്. ഇത് ഇവിടെ നമ്മുടെ സ്കൂൾ നാഷണൽ പാർക്കാണ്. അതായത് പ്രിലിമിനറീസ് നടത്തുന്ന ഒരു ട്രാക്ക്. അവിടെ വെച്ചാണ് ജിൻവു ആ ഒരു കാഴ്ച കാണുന്നത്. ഒരാൾ അവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. അത് മറ്റാരുമില്ലായിരുന്നു, കിം ചുള്ളായിരുന്നു. പെട്ടെന്ന് അവൻ്റെ ടീംമേറ്റ് വന്ന് വിളിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ വരാമെന്ന്. ജിൻവുവിന് എന്ത് ചെയ്യണമെന്ന് മേല. ജിൻവു പതുക്കെ പറയുന്നുണ്ട്, അയൺ ജോയ്, നീ ഇത്തവണ കുറച്ചധികം പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതും ഫസ്റ്റ് ഇയർ പിള്ളേരായിട്ട് ഞങ്ങളുമായിട്ട് ബാറ്റിൽ ചെയ്യാനോ, ഞങ്ങളുമായിട്ട് ഓടി പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ അതൊന്ന് ശ്രദ്ധിച്ചോ. ഇവന്മാർ പെർഫോം ചെയ്യുന്ന കാണാൻ നിർത്ത് നിങ്ങൾ തന്നെ ഞെട്ടിത്തെറിച്ച് പോവുകയും ചെയ്യും. പക്ഷേ നീ പേടിക്കണ്ട, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചധികം പിള്ളേരുണ്ട്, ഫസ്റ്റ് ഇയർ പിള്ളേർ. അവന്മാരും കുറച്ചധികം മോൺസ്റ്ററാണ്. ഈ ഒരു സമയത്ത് എന്താണെന്ന് അറിയാമല്ല, നമ്മുടെ കിം ചുലിന് ഒന്നും തന്നെ മിണ്ടാൻ പറ്റുന്നില്ല. പുള്ളിക്കാനി എന്തോ ഒന്ന് മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവാണ്. അവൻ ആരാണ്? അവൻ എൻ്റെ അത്ര ഏജ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താണെന്ന് അറിയുമില്ല, അവൻ്റെ ഫ്രണ്ടിൽ മുട്ടുകുത്താൻ മുട്ടുമടക്കാൻ എനിക്കൊരു ആഗ്രഹം. എന്താണ് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നത്? പെട്ടെന്ന് പുള്ളിക്കാരെ കിടന്ന് ചാടുന്നുണ്ട്. കോപ്പ്, ഇത് ചുമ്മാതാണ്, എനിക്ക് പേടിയൊന്നുമില്ല. അവൻ ആരാണെന്നും പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ജിൻവുവിൻ്റെ അടുത്ത് പോയി പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ പുറത്തേക്ക് വാ, എനിക്ക് നീ ഒട്ടൊന്ന് സംസാരിക്കാനുണ്ട്. പിന്നെ കാണിക്കുന്ന ആ ഒരു പുറത്തുള്ള സ്ഥലമാണ്. ജിൻവുവിനെ നമ്മുടെ അയൻ പൊക്കിയെടുത്ത് പിടിച്ചിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം? പെട്ടെന്നായിരുന്നു നമ്മുടെ ടസ്കും ഇഗ്രസും ബെറും ഒക്കെ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ അയനെ വെൽക്കം ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ബെല്ലിന് പറയുന്നുണ്ട്, മൈലി, താങ്കൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അനുസരണം എന്നാന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. പെട്ടെന്ന് നമ്മുടെ കിം ചുൽ കരയാൻ തുടങ്ങും. പുള്ളിക്കാരി തൻ്റെ കണ്ണീര് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. പുള്ളിക്കാരൻ നന്നായിട്ട് കരയാൻ തുടങ്ങും. ജിൻമുനെ വിട്ടിട്ട് പുള്ളിക്കാരൻ താഴത്ത് മുട്ടുകൂത്തി നിന്നുകൊണ്ട് കരയുവാണ്. പുള്ളിക്കാരന് എന്ത് സംഭവിക്കണമെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. ഈ ഒരു സമയത്ത് ജിൻമു പുള്ളിക്കാരൻ്റെ ബാഗ് എടുത്തിട്ട് അവിടുന്ന് പോകാൻ പോകുവാണ്. അവനിപ്പോൾ ഒരു മനുഷ്യനാണ്, എൻ്റെ സോൾജേഴ്സ് അല്ല. സോ കൂടുതൽ ഇൻവോൾവ് ആകാതിരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞ് ജിൻവു അവിടുന്ന് പോകാൻ പോകുന്നത്. പെട്ടെന്നായിരുന്നു അവൻ പറയുന്നത്, നിക്ക്, പോകരുത്. ഇതിനെയാണോ ബാക്കിയുള്ളവർ പ്രണയമെന്ന് വിളിക്കുന്നത്? ഇത് കേൾക്കാൻ നേരത്ത് ജിനു പറയുന്നുണ്ട്, ഞാൻ ആലോചിക്കുമായിരുന്നു നീ എന്ത് മണ്ടത്തിലാണ് പറയാൻ പോകുന്നതെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ നമ്മുടെ ജിനു തൻ്റെ കൈ സ്നാപ്പായിട്ട് പറയുന്നുണ്ട്, നീ ഞാനോട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ വന്നു. പക്ഷേ അപ്പോഴാണ് നീ ആ കാര്യം മനസ്സിലായത്. എൻ്റെ അച്ഛനും നിൻ്റെ അച്ഛനും നല്ല ഫ്രണ്ട്സാണ്, അതുകൊണ്ട് തന്നെ നീ എന്നെ വെറുതെ വിടുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം, നീ ഇനി മുതൽ കുറച്ചുകൂടെ കൈൻഡ്ലി ആയിട്ട് ജീവിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് സ്നാപ്പ് ചെയ്ത് അവൻ്റെ ബോധം കെടുത്തുന്നുണ്ട്. നിനക്ക് ഓർമ്മയില്ലായിരിക്കും, പക്ഷേ ഈ ലോകം രക്ഷിക്കാനായിട്ട് ഫൈറ്റ് ചെയ്ത ഒരു വലിയൊരു വാരിയർ തന്നെയാണ് നീ. ആ ഒരു പ്രൈഡ് നിൻ്റെ ഉള്ളിൽ എപ്പോഴും തന്നെ കാണും. പിന്നെ അവന് ബോധം വരാൻ നേരത്ത് അവൻ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു ചെറിയൊരു വീടാണ്. ആ വീട്ടിലേക്ക് നമ്മുടെ ഡേവിഡ് ചെന്നിട്ടുണ്ട്. അവളാട്ടെ അവനെ വെൽക്കം ചെയ്തിട്ട് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഡേവ് പറയാൻ തുടങ്ങും, ഞാൻ എന്തായാലും വളച്ചിട്ടില്ലാതെ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. എടാ, എനിക്കറിയാം, പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അവൻ എന്നെ വന്ന് കണ്ടതിന് ശേഷം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ആരി, ആ ഗോഡ് ഓഫ് ദി ഡെത്ത് ആണോ? അതെ, അവൻ തന്നെ. ഡേവ്, നീ 2 ചോദ്യങ്ങളല്ലേ എന്നോട് ചോദിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരും, പക്ഷേ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരത്തില്ല. അല്ല, അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത് നിനക്ക് എന്താണെന്ന് അറിയാവോ? പിന്നെ അല്ലാതെ, എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എനിക്ക് ഫ്യൂച്ചറൊന്നും കാണാൻ സാധിക്കത്തില്ലായിരിക്കും, പക്ഷേ അതൊക്കെ എനിക്ക് മനസ്സിലാകും. ഡേവ്, നീ ഇപ്പോൾ തിരയുന്ന ആൻസർ എന്ന് പറയുന്നത് ഒരു വലിയൊരു പാസ്റ്റാണ്. ഞാനും ആ ഒരു ഉത്തരത്തിന് വേണ്ടി കുറേയധികം അലഞ്ഞിരുന്നു. ഡേവ്, ഞാൻ ആ ഒരു ഉത്തരം പറയാം. എനിക്കറിയാം നീ അന്വേഷിക്കുന്ന ആളെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, അവൻ്റെ ഐഡൻറ്റിറ്റി അറിയാം. പക്ഷേ അതൊരിക്കലും ഞാൻ നിന്നോട് പറയത്തില്ല. മാഡം, താങ്കൾ എന്താണ് ഈ പറയുന്നത്? അത് താങ്കൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. അല്ല, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ കൺട്രിക്ക് ഒരു ത്രെറ്റാണെന്നാണോ? നീ തന്നെ കണ്ടതല്ലേ അവനവിടെ എന്തുവാണ് ചെയ്തതെന്ന്? നീ ആ വീഡിയോ കണ്ടതല്ലേ? അതെ, ഞാനത് കണ്ടതാണ്. ഒരു മനുഷ്യൻ, അതൊരു മനുഷ്യൻ തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവനുള്ളത് തന്നെ ഈ മാൻ കൈൻഡിന് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ആദ്യമായിട്ടല്ല സംഭവിച്ചെന്ന് പറഞ്ഞാൽ നിനക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുമോ? എന്ത് ആദ്യമായിട്ടല്ലെന്നോ? മാഡം, താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഈ ലോകത്തിൽ പല പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ ഒരു കാര്യം ഇതുവരെ ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ചിലപ്പോൾ മാഡം പറയുന്ന പോലെ തന്നെ. പിന്നെ കാണിക്കുന്നത് ഡേവ് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒന്നുകൂടെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും, മാഡം, താങ്കൾ പറയുന്നത് സത്യമല്ലേ? ആ വീഡിയോയിൽ കണ്ട ഒരാൾ ഡേഞ്ചറസ് ഒന്നുമല്ലല്ലോ? അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാം പറഞ്ഞ എല്ലാം തന്നെ മറക്കുന്നതായിരിക്കും. അപ്പോൾ പറയുന്നുണ്ട് ഡേവ്, ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്ക് വേണോ? അങ്ങനെ അത് മേടിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഇറങ്ങുവാണ്. ചേച്ചി, എനിക്ക് അവനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അവനെ എന്തെങ്കിലും ചെയ്യണോ? അതൊന്നും വേണ്ട തോമസ്, നീ ഇപ്പോൾ ഒരു ഫൈറ്റർ അല്ല, അതിൽ നിന്നൊക്കെ നീ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അല്ല മാം, ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഈ ലോകത്ത് പല ആൾക്കാരും ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ. പക്ഷേ എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ രക്ഷിച്ചത്? എടാ, സത്യം പറഞ്ഞാൽ നിന്റെ കഴിഞ്ഞ ജന്മത്തിൽ നീ കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരി, ഞാനാ? ആൾക്കാരെന്നെ വിളിക്കുന്നത് തന്നെ ഡീമൻ എന്നാണ്. എന്നെക്കുറിച്ചല്ലേ താങ്കൾ ഈ പറഞ്ഞത്? അതെ, നിന്നെക്കുറിച്ച് തന്നെയാടാ.
അല്ല, ഇവൻ താങ്കളെ വന്ന് കാണാനായിട്ട് ആ വീഡിയോയിൽ കണ്ട പയ്യൻ എന്താണ് ഇവിടെ കാണിച്ചത്? സത്യം പറയാലോ, അവൻ ഈ ലോകം രക്ഷിച്ചു. ചില സമയത്ത് താങ്കൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ അതൊരു ജോക്കാണെന്ന് പോലും എനിക്ക് മനസ്സിലാകത്തില്ല. എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവനിപ്പോൾ എന്നെ അടുക്കായിരിക്കും നമ്മുടെ ലോകം രക്ഷിച്ച ആ ഒരു ഹീറോ. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ചിലപ്പോൾ അവനവൻ്റെ ലൈഫ് ഇപ്പോൾ എൻജോയ് ചെയ്യുമായിരിക്കും. അങ്ങനെ വീണ്ടും നമ്മുടെ ജിൻവു മിസ്സസ് ചായ ആയിട്ട് കണ്ടുകൊണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.